നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മേടൻ രാശിയിൽ ജനിച്ചവരുടെ ഒരു വർഷത്തെ ഫലങ്ങളാണ് പരിശോധിക്കുന്നത്. ആഗസ്റ്റ് 17, 2024 ആഗസ്റ്റ് 17 മുതൽ 2025 ആഗസ്റ്റ് 16 വരെയുള്ള ഒരു വർഷ കാലഘട്ടം. മലയാളം വർഷമാണ്. 1200 ആണ്ടാണ് തുടങ്ങുന്നത്. ഈ ആഗസ്റ്റ് 17 ചിങ്ങം മുതൽ 1200 ആണ്ട് ചിങ്ങം മാസം മുതൽ കർക്കിടക മാസം വരെയുള്ള 12 മാസമാണ് നമ്മളിന്ന് നോക്കുന്നത്. മേടൻ രാശിയാണ്. മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇതാണ് മേടൻ രാശിയിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ നക്ഷത്രങ്ങൾ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ചൊവ്വയാണ് ഇതിൻ്റെ രാശിനാഥൻ. അപ്പോൾ ചൊവ്വയെപ്പറ്റിയും ഈ രാശിയെപ്പറ്റിയും രണ്ട് വാക്ക് പറഞ്ഞിട്ട് നമുക്ക് ഫലനിർണ്ണയത്തിലേക്ക് പോവാം. ചൊവ്വ നമുക്കെല്ലാം അറിയാം, ഒരു അഡ്വഞ്ചറസ് ടൈപ്പ് ഓഫ് പ്ലാനറ്റ് എന്നാണ് പറയുന്നത്. കൂടാതെ ചൊവ്വാദോഷം തുടങ്ങിയ കാര്യങ്ങളാൽ ചൊവ്വ വളരെ ഫേമസ് ആണ്. വിവാഹം മുടക്കി എന്നൊക്കെ ചൊവ്വയെപ്പറ്റി പറയാറുണ്ട്. അതാണ് ആ ചൊവ്വയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന കാര്യം ഇതൊക്കെയാണ്. മേടം ഈ രാശിയിലാണ് സൂര്യൻ ഉച്ചനാവുന്നത്. അപ്പോൾ സൂര്യൻ്റേതായ പ്രഭാവം ധാരാളമായിട്ടുണ്ടാവും. പ്രഭാവം എന്ന് വെച്ചാൽ ഒരു ഭയങ്കര തേജസ് ഉണ്ടാവും. ഈ രാശി ജനിച്ചവർക്കെല്ലാം ഒരു തേജസ് ഉണ്ടാവും. ചൊവ്വയുടെ മാത്രമല്ല, സൂര്യൻ്റെയും. കൂടാതെ ശനിയുടെ നീചരാശിയാണ്. അവരുടെ പ്രവൃത്തികളിൽ ചെറിയ നെഗറ്റീവ്നെസ് ഉണ്ടാവും, ശനി നീചരാശി ആയതുകൊണ്ട്. പിന്നെ രാശി സ്വരൂപം എന്ന് പറയുന്നത് പർവ്വതങ്ങളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ആടാണ്. ആട് ഇങ്ങനെ പർവ്വതത്തിലേക്ക് കയറുന്നതായിട്ടാണ് വച്ചിരിക്കുന്നത്. പാടെന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ അർത്ഥം പറയുന്നത് പറഞ്ഞാൽ അവർ അഡ്വഞ്ചറസ് ടൈപ്പ് ഓഫ് പീപ്പിളാണ്. പിന്നെ ഇതിനെപ്പറ്റി അഗ്നിരാശിയാണ്, ചൂടുരാശിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ചൂടന്മാരായിരിക്കും മിക്കവാറും. ക്ഷമ കുറവാണ്, പറഞ്ഞാൽ അതുപോലെ അടക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഭൂമി ദേവിയുടെ ആളെന്നാണ് പറയുന്നത്. ഭൂമി ദേവി അവർക്കാണ് വച്ചിരിക്കുന്നത്. ഇവരുടെ ആകൃതിയെപ്പറ്റി പറയുകയാണെങ്കിൽ പല ആകൃതികളെപ്പറ്റി ഞാൻ പറയുന്നില്ല, എങ്കിലും ഇവർ പറയുന്നത് ഒരു അടയാളം. പ്രായപൂർത്തിയായ ഒരു പുരുഷൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു പാടുണ്ടാവുമെന്നാണ് പറയുന്നത്, മുറിവിൻ്റെ പാട്. അതേപോലെ തന്നെ ഇവർ എതിർലിംഗത്തിൽപ്പെട്ടവരെ ആകർഷിക്കാൻ മിടുക്കരാണ്. അട്രാക്ഷൻ പവറുണ്ട് അവർക്ക്. എങ്ങനെ അട്രാക്ഷൻ പവറാണ്? പുരുഷനാണെങ്കിൽ പുരുഷ ശരീരം, പുരുഷ സൗന്ദര്യം ഉണ്ടാവും. സ്ത്രീക്കാണെങ്കിൽ സ്ത്രീയുടെ സൗന്ദര്യം, ആകർഷിക്കാനുള്ള സൗന്ദര്യം ഉണ്ടാവും. സ്വഭാവം പറ്റിയവർ പറഞ്ഞാൽ അഭിമാനികളാണ് ഇവർ. അഭിമാനികളാണ്, സാഹസികപ്രിയരാണ്, സഞ്ചാരപ്രിയരാണ്. ഇതൊക്കെ അവരെ പറ്റി പറയാം. ഇവർക്ക് കോപം ഉണ്ടാകും. കോപമൊക്കെ നിയന്ത്രിച്ച് നന്നായിട്ട് പോകേണ്ട നല്ല ആൾക്കാരാണ് അവർ. സ്വഭാവത്തിൻ്റെ അസ്ഥിതി ഇപ്പോൾ പറയുന്നതായിരിക്കില്ല. ചില കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം എടുക്കും. അത് തെറ്റാണെന്ന് എൻ്റെ ഉടനെ തീരുമാനം മാറ്റുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. ബുദ്ധിശാലികളാണ്, അഭിമാനികളാണ്. സ്വയം എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും ഇവർ പെട്ടെന്ന് മാറാൻ മടിക്കുന്നവരാണ്. അത് വളരെ സ്ട്രോങ്. ഇവർ പറഞ്ഞാൽ അതുപോലെ തന്നെ ഉണ്ടാവണം. ഒരുപാട് ഇവർക്ക് ഉപദേശങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമുള്ളവരാണ്. അവർ ക്ഷമ കുറവായതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന ഒരു നല്ലൊരു കേൾവിക്കാരൊന്നുമല്ല. അവർ പറയും കേട്ടോണം എന്നൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. അതിനാൽ സാധാരണ തടസ്സങ്ങളൊക്കെ മാറ്റി മുമ്പോട്ട് പോകാൻ കഴിവുള്ളവരാണ് ഇവർ. കുറച്ച് ആത്മസംയമനവും കുറച്ച് ഉപദേശങ്ങളുമൊക്കെ മറ്റുള്ളവരുടെ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ ഇവരെ വിജയിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷേ ഇവരെ അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറാവില്ല. അതാണൊരു പ്രശ്നം. വേണ്ടപ്പെട്ടവർ സഹായിക്കാനായിട്ടൊരു കള്ളം വേണമെങ്കിലും പറയും, വേണ്ടപ്പെട്ടവർ സഹായിക്കുക എന്നുള്ളത് പറയും. പക്ഷേ തന്നോട് ആലോചിച്ചിട്ട് ചെയ്യാവുള്ളൂ. ഈ ശാസ്ത്രീയ ചിന്തയുണ്ട്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനുള്ള ധൈര്യം ഇവർക്ക് മാത്രമുള്ള സംഭവമാണ്. ഇവർക്ക് ഏത് പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനും പിന്നെ ഞാനായിട്ട് എൻ്റെ കൂടെ ഒന്നാമതെന്ന് പറയും. അങ്ങനെ ഒരു ധൈര്യമുള്ളവരാണ്. തികഞ്ഞ സൗന്ദര്യ ആരാധകനാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് ആരെയും നിർബന്ധിക്കുകയോ ഇവരെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ പിന്നെ അവൻ്റെ കാര്യം പോകുക. ഇതൊക്കെയാണ് ഇവരെ പറ്റി പൊതുവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവരോട് കളിക്കുന്നത്, ഇവരോട് പെരുമാറുന്നതൊക്കെ സ്വല്പം സൂക്ഷിച്ച് വേണം. പിന്നെ എടുത്തുചാട്ടക്കാരാണ് എന്നൊക്കെ നമുക്ക് പറയാം. എങ്കിലും വളരെ സ്നേഹമുള്ളവരാണ്, സൗന്ദര്യമുള്ളവരാണ്. ചൊവ്വയുടെ സൗന്ദര്യം, ചൊവ്വ ഏറ്റവും സൗന്ദര്യമുള്ള ഗ്രഹമാണ് ചുവന്ന ഗ്രഹം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ടാവും. ഇനി നമുക്ക് ഇവരുടെ ഫലപ്രവചനത്തിലേക്ക് പോകാം. ഇവരുടെ ആകൃതി, അവരുടെ ഗ്രഹസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടൻ രാശിയാണ്. മേടൻ രാശിയിൽ 2ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം അടുത്ത മെയ് 15 2 തന്നെ ഉണ്ടാവും. 2 നിൽക്കുന്ന വ്യാഴം ഈശ്വരാധീനവും ധനവും പ്രശസ്തിയും ഇവർക്ക് നല്ല ഗുണങ്ങളും കൊടുക്കുന്ന ഒരു വ്യാഴമാണ് 2 നിൽക്കുന്നത്. ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ആ വ്യാഴത്തിൻ്റെ കണ്ടീഷൻ വരുന്ന മെയ് 15 വരെ വ്യാഴം ഉണ്ടാവും. 2020 മെയ് 15 വ്യാഴം മാറുന്നത്. അതുവരെ ഇവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഇനി മറ്റു ഗ്രഹങ്ങളെ നോക്കുകയാണെങ്കിലോ പിന്നെ 6 കേതുണ്ട്, നല്ലതാണ്. 11 ശനിയുണ്ട്.
11 ശനി മാർച്ച് 2025 മാർച്ച് 29 വരെ ശനി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർച്ച് മാസം അവസാനം വരെ ഇവർക്ക് മഹാരാജയോഗം കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ രാജയോഗം നന്നായിട്ട് പോകുന്നൊരു സമയമാണ് അവർക്ക്. ഒരുപാട് ഗൃഹസ്ഥയിൽ മാറ്റങ്ങളുണ്ട്. ഗൃഹസ്ഥയിൽ വേണ്ട മോശമായി വരുന്നതിന് മാത്രമേ മോശമുള്ളൂ, അല്ലാതെ ഒരു ആവറേജ് നല്ല ലെവലിൽ തന്നെയാണ് മേടൻ രാശിയിലുള്ളവരൊക്കെ പോകുന്നത്. അപ്പോൾ വരുന്ന മെയ് മാസം എൻ്റെ വരെ ശനിയോടെ നിൽക്കുന്നിടത്തോളം കാലം ഇവർക്ക് യാതൊരു മാസമില്ല, മാറ്റം ഉണ്ടാവില്ല, നന്നായിട്ട് പോകും ഇവർ. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നേടിയെടുക്കാൻ ശ്രമിക്കണം. ഗൃഹസ്ഥിതി ഈ മാസം എന്നും നിൽക്കില്ല. ഈ മാർച്ച് എൻഡ് വരെയുള്ള ഗൃഹസ്ഥിതിക്കകത്ത് കാര്യങ്ങൾ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടവരിലൊക്കെ കഴിയുന്ന ഈ സമയത്തിന് അതിൻ്റെ പൂർത്തീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരെയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ എല്ലാ ഭാഗ്യങ്ങളും ഒരുവിധമുള്ള ജ്യോതിഷപരമായി പറയപ്പെടുന്ന ആചാര്യം പറയുന്ന ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കണം. ഫൈനാൻസ് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഫൈനാൻഷ്യൽ മാറ്റേഴ്സും ഫൈനാൻഷ്യൽ കാര്യവും പൈസയ്ക്കൊന്നും ആരും ബുദ്ധിമുട്ടുണ്ടാവില്ല, കിട്ടേണ്ടതെല്ലാം കിട്ടും. പക്ഷേ എന്തെങ്കിലും കിട്ടാനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ വരുന്ന ഒരു 6-7 മാസത്തിനകത്ത് മേടിച്ചെടുത്തോണം. പിന്നീട് പെൻഡിങ് വെച്ചാൽ പിന്നെ അത് 1-2 വർഷം നീണ്ടുപോകും കാര്യം. മാർച്ച് 29 ശനി 12 വരുന്നത്. വന്നു കഴിഞ്ഞാൽ ശനി പിന്നെ അവിടെ നിൽക്കുന്നത് 7.5 വർഷമാണ്. ജന്മശനി 12 7 ശനിയാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാം പല കാര്യങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ നോക്കണം. പ്രൊഫഷണലായിട്ടും വളരെ നല്ല അനുകൂലമായ സമയമാണ്. പ്രൊഫഷൻ എന്തൊക്കെ നമുക്ക് പറയാം. പ്രൊഫഷണലിവർക്ക് അനുകൂലമായി പോലീസ്, അവരുടെ വകയാണ് പോലീസ് എന്ന് പറയുന്നത്. പട്ടാളം, ആർമി എന്ന് പറയുന്നവരുടെയാണ്. അഡ്വഞ്ചറസ് ജോബ്സ് എല്ലാം ഇവരുടെ സംഭവത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വെപ്പണമായിട്ട് ഉപയോഗിച്ചുള്ള ആയുധ സംബന്ധമായ ജോലികളെല്ലാം ഇവർക്കാണ് കൂടുതലായിട്ട് വരുന്നത്. ഡോക്ടേഴ്സ്, സർജൻസ്, മെഡിക്കന്മാരെ സർജറി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവരുടെ വരും. ടെക്നിക്കൽ വർക്കേഴ്സൊക്കെ ഇവരുടെ വരും. ഫയർഫോഴ്സ്, ഇങ്ങനെയുള്ള ഇവർക്ക് സൂര്യനൊക്കെ വളരെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. ഇവർ ട്രേഡ് യൂണിയൻ നേതാവായിരിക്കും. ട്രേഡ് യൂണിയൻ നേതാവെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരായിരിക്കും. ശനിക്കാണ് അവിടെ കൂടുതൽ അത് വരുന്നുണ്ടെങ്കിൽ ശനിയാണ് അവിടെ നിൽക്കുന്നത്, ഇവർ ട്രേഡ് യൂണിയൻ നേതാവും, മറ്റേ രാഷ്ട്രീയക്കാരാവും. അങ്ങനെയുള്ള ഈ ആൾക്കാർക്കെല്ലാം ഇപ്പോൾ ഒച്ചടി കയറ്റമാണ് അടിച്ചു വന്നു. ഞാനീ പറയുന്ന ആൾക്കാർ പൊതുവെ ഉള്ള എല്ലാ ആൾക്കാർക്കും മിടുക്കന്മാരെ തന്നെ എല്ലാവർക്കും കിട്ടുമെങ്കിൽ ഇത് കുറച്ചുകൂടെ ഞാനീ പറയാം ഇത്രയും വിഭാഗത്തിന് വളരെ നല്ല അനുകൂലമായ സമയമാണ്. ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ, ചെറുതായിട്ടൊന്ന് സജസ്റ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്താൽ, ചെറുതായിട്ടൊന്ന് പിടിച്ചു പോയാൽ തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായ സംഭവം ഉണ്ടാവും. ദുബായിൽ വെളിയിലോട്ടൊക്കെ പോകാനുള്ള, ഗൾഫിൽ പോകാനോ അല്ലെങ്കിൽ വിദേശങ്ങളിൽ പോകാനുള്ള ആൾക്കാരുടെ പിന്നെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ള ഫൈനാൻസോ അതെല്ലാം നടക്കുന്ന ഒരു സമയമാണ്. ഹെൽത്ത് പരമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും സൂക്ഷിക്കണം. കാര്യം ഈ പെട്ടെന്ന് എടുക്കുന്ന സ്വഭാവത്തിൽ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട്. തലയിൽ മുറിവുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പ്രായമുള്ളവർക്ക് പല്ലുവേദനയും ENT പ്രശ്നങ്ങളൊക്കെ വരാം. തല സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം നമ്മുടെ ശ്രദ്ധിക്കണം. പിത്തരാശിയാണ്. അപ്പോൾ ഇവർ അലട്ടുന്ന തലവേദന, ശരീരത്തിൽ അസഹ്യമായ വേദന, മോഹാലസ്യം, തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, തലച്ചോറിൽ രക്തസ്രാവം, ഉറക്കമില്ലായ്മ, ഉദരരോഗം, മൂത്രപിണ്ഡ രോഗം, വ്രണം വന്ന പെട്ടെന്ന് പോകില്ല, അപകടങ്ങൾ, ശിരസിലെ മുറിവ് എന്നൊക്കെയാണ് അതിൽ ആചാര്യൻ വരാൻ ചാൻസുള്ള അസുഖങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് പറയുന്നത്, നിങ്ങളിങ്ങനെ വല്ലതും വരുന്നതിന് മുൻകൂറായിട്ട് പോയി ഒരു ബ്ലഡ് ഡൊനേഷൻ കൊടുക്കുന്ന എപ്പോഴും ചെറുപ്പക്കാർ ബ്ലഡ് ഡൊനേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതൊരു 3 മാസം 6 മാസം ഇടയ്ക്ക് ബ്ലഡ് ഡൊനേറ്റ് ചെയ്യണം. പിന്നെ ഫാമിലി ലൈഫും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ബഹളം കാണിക്കാതെ പ്രശ്നമില്ലാതെ മറ്റുള്ളവരോട് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് അഡ്വൈസോടെ മറ്റുള്ളവരോട് കേട്ട് പോവുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സംഭവമായിരിക്കും. അപ്പോൾ വീട്ടിലുള്ള ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം തീരുമാനിച്ച കാര്യങ്ങൾ പോകണം. ഒരാൾ മാത്രം ചെയ്താൽ മറ്റൊരാൾ അനുസരിക്കുന്ന ആളുടെ ഉള്ളിൽ വെറുപ്പുണ്ടാവും. അത് ശ്രദ്ധിച്ചോണം. അത് നിങ്ങൾക്ക് വരാൻ ചാൻസുള്ള കാര്യമാണ് പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ചോളം വരുന്ന ഒക്ടോബർ തൊട്ട് ജൂൺ വരെ ആ ഒരു കാലഘട്ടത്തിൽ ചൊവ്വ അവരുടെ മോശമായ അവസ്ഥയിൽ കർക്കിടകത്തിൽ 4-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. 4-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ പിന്നെ പഠിത്ത സംബന്ധമായ കാര്യങ്ങളിൽ ആ സമയത്ത് പഠിക്കാനുള്ളൊരു വ്യഗ്രത ഉണ്ടാവില്ല. ഒരുപാട് നമുക്ക് ഇൻട്രപ്ഷൻസ് വരും. അത് കുട്ടികളെ ശ്രദ്ധിക്കണം. കുട്ടികളെ കൊണ്ട് വീട്ടമ്മമാരൊക്കെ ശ്രദ്ധിച്ചിട്ട് കുട്ടികൾക്ക് ആ സമയത്ത് അവർ ചെറിയ ഇൻ്റർവെല്ലൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഇൻ്റർവെല്ലിന് അനുവദിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിക്കണം. കാര്യം അത് അവരുടെ മാത്രം ദോഷമല്ല, കുറ്റമല്ല എന്ന് മനസ്സിലായിക്കോണം. ബാക്കിയെല്ലാം കൊള്ളാം, വലിയ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. നന്നായിട്ട് എന്നെയൊക്കെ പോവും. നന്നായിട്ട് പോകാൻ അവർക്കറിയാം. വേളം കാണിക്കാതെ ഞാൻ പറയുന്ന പോലെ സ്വല്പമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഈഗോ കുറച്ച് മറ്റുള്ളവരോട് ശ്രദ്ധിച്ചൊക്കെ പോവുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി ഞാൻ ഇവർക്ക് വരാൻ പോകുന്ന കുറച്ചുകൂടെ ഈ സമയം ഈ മാർച്ച് 15 വരെ കൊള്ളാമെന്ന് പറയെങ്കിൽ
മെയ് 15 വരെ കൊള്ളാമെന്ന് പറയുമെങ്കിലും അതിൽ കുറച്ചുകൂടെ നല്ലത് എന്ന് വെച്ചാൽ ഇവർക്ക് നല്ല തീരുമാനം എടുക്കാൻ പറ്റുന്ന സമയം ഇതാണ്. ആദ്യത്തെ പറഞ്ഞാൽ ഈ സെപ്റ്റംബർ ഈ 2020 അടുത്ത വർഷം അല്ല ഈ വർഷം സെപ്റ്റംബർ തൊട്ട് ഒക്ടോബർ 15 വരെ, സെപ്റ്റംബർ 15 തൊട്ട് ഒക്ടോബർ 15 വരെ കന്നിമാസം. ആ സമയം സൂര്യൻ 6-ലാണ്. വളരെ നല്ല സമയമാണ്. പ്രൊഫഷണൽ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ നല്ല സമയമാണ്. അടുത്ത വരുന്നത് ജാനുവരി, ഇത് മകരവും കുംഭവും മാസം എന്ന് വെച്ചാൽ 2025 ജാനുവരി 15 തൊട്ട് മാർച്ച് 15 വരെയുള്ള 2 മാസം. 2 മാസവും ഇവർക്ക് അനുകൂലമായ തീരുമാനം എടുക്കുക, അടിച്ച് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുക്കുക. അതിലൊക്കെ നമുക്ക് വിജയിക്കാനുള്ള സാധ്യതകളുണ്ട്. വരുന്നത് മിഥുനമാസം. മിഥുനമാസം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ജൂൺ മാസം, ജൂൺ 15 തൊട്ട് ജൂലൈ 15 വരെയുള്ള കാലഘട്ടം. ജൂൺ 15 തൊട്ട് ജൂലൈ 15 വരെയുള്ള കാലഘട്ടം സൂര്യൻ 3-ലാണ്. ആ സമയത്ത് വളരെ നല്ല അനുകൂലമായ സമയമാണ് പറയുന്നത്. ഇതെല്ലാം വച്ചിട്ട് മേടൻ രാശിക്കാരെ വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഒരു തരത്തിൽ തിരിക്കാൻ നോക്കണ്ട. പിന്നെ ട്രേഡ് മാർക്കറ്റിലോ ഷെയർ മാർക്കറ്റിലൊക്കെ ഇറങ്ങാം. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. നന്ദി, നമസ്കാരം.